ഇത് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. വേറൊന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏണിങ്സ് ഉള്ള എല്ലാ വീട്ടമ്മമാർക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കായാലും പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രാവിലെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, പ്രാർത്ഥന മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതിനുശേഷം വെള്ളം കുടിച്ച് പിന്നെ നേരെ കിച്ചണിലേക്ക് ഡ്യൂട്ടിയിലേക്ക് പോവുക. കാരണം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഒരുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഭക്ഷണവും കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ ഓർഡറാണ്. അപ്പോൾ വർക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഇടിയപ്പവും ഇറച്ചിക്കറിയും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇടിയപ്പത്തിനുള്ള മാവാണ് റെഡിയാക്കി വെക്കുന്നത്. കാരണം അത് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാമല്ലോ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ടൈം ലാഭിക്കാമല്ലോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കാം. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫും, പിന്നെ ഒരു പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്. പിന്നെ നമ്മളിത് കൈകൊണ്ട് നന്നായി നിരടിയെടുക്കുക. അപ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എത്ര വിസിലാണോ വേണ്ടത് ആ വിസിലിൽ നമ്മൾ വേവിച്ചെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കണം ഇതിൽ. അതാണ് മെയിൻ കാര്യം. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ ഒരു കട്ടി കൂടുതലായി പോകും. ശരിക്കും നമ്മൾ കുറേ നേരം വഴറ്റിയിട്ട് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് സാധാ ഇറച്ചിക്കറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചട്ടിയിലാണ് ഇതൊന്ന് വെറ്റിച്ചെടുക്കുന്നത്. കാരണം കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ചട്ടിയിലുണ്ടാക്കുന്ന സാധനമൊക്കെ നല്ല രസമാണെന്ന് പറയുന്നതൊക്കെ ചട്ടി എന്ന് വെച്ചാൽ മൺകലം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നൂൽപുട്ടിലേക്ക് കിടക്കാം. നൂൽപുട്ട് റെഡിയാക്കിയതിന് ശേഷം നേരെ നമ്മുടെ വർക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഓർഡറിലേക്ക് കിടക്കാം. ഇപ്പം തന്നെ ഏകദേശം സമയം ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പം 7 മണിക്കേക്ക് വർക്ക് തീർത്തിട്ട് എനിക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ്. പിന്നെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. സോ വേഗം തന്നെ അതിനുള്ള പ്രിപ്പറേഷനാണ്. ഹിജാബ് നമ്മൾ ബൊക്കെ പോലെ റെഡിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അവളുടെ സിസ്റ്ററിന് ഗിഫ്റ്റ് ചെയ്യാനുള്ളത്. ശരിക്കും നമ്മൾ ഹിജാബ് ഒരു പാക്കറ്റിൽ കവർ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ബൊക്കെ പോലെയൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാവും. കിട്ടുന്ന ആൾക്കാർക്കും അത് കൊടുക്കുന്ന ആൾക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഫുൾ എടുക്കാനുള്ള ടൈമില്ല. ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റബ്ബർ ബാൻഡ്, പിന്നെ ഹിജാബ്. നമുക്ക് കളർഫുൾ ഹിജാബായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന് ആവശ്യമായിട്ട് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സെല്ലോ ഷീറ്റ് വേണം, പിന്നെ സെല്ലോ ടാപ്പ് വേണം, റബ്ബർ ബാൻഡ്സ് വേണം, പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുഞ്ഞു ഐറ്റംസ് വേണം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം ഡെലിവറിക്ക് പോട്ടെ. സോ ഇപ്പോൾ ഏകദേശം 6:45 ആയിട്ടുണ്ട്. 7 മണിയാകുമ്പോഴേക്ക് എത്തിക്കണം. അപ്പോൾ ഡെലിവറിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു മോർണിംഗ് വാക്കാകാമെന്ന് വിചാരിച്ചു രാവിലത്തെ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ അറിയുന്ന അബായ ഷോപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിം ഫാഷൻസ് അങ്ങനത്തെ ഷോപ്പുകളില്ലേ, ഹിജാബ്സ് അങ്ങനത്തെ വിൽക്കുന്ന ഷോപ്പുകളിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളിങ്ങനത്തെ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു മോഡൽ അവിടെ കൊടുക്കാം, ചെറിയ ബഡ്ജറ്റിനുള്ളത് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്കും അധികം ചിലവ് വരില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നല്ലോണം പ്രൊമോട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ബിസിനസ് ചെയ്യാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ കസ്റ്റമർ കണ്ടെത്താൻ കഴിയും. അതുപോലെ വേറൊന്നാണ് മൗത്ത് പബ്ലിസിറ്റി. കാരണം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ബർത്ത്ഡേൻ്റെ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അവർ സ്റ്റാറ്റസ് വെക്കും, ഫോട്ടോ എടുക്കും, അങ്ങനെ ആൾക്കാർ അതിന് എൻക്വയറി ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കസ്റ്റമർ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രിക്കുകൾ ഉപയോഗിക്കുക. ശരിക്കും വീട്ടമ്മമാർക്കും കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനായാലും പാർട്ട് ടൈം ആയിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണിത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക, എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കുക. നമ്മളെ ഏണിങ്സിൽ നമ്മൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള സുഖം വേറെ തന്നെയല്ലേ. അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആർക്കും ചെയ്യാൻ പറ്റാണ്ടില്ല. എല്ലാവരും അങ്ങനെയാണ് പഠിക്കുന്നത്. ഇന്നെ ആക്കേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ആരും മടിച്ചിരിക്കരുത്. അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഏണിങ്സ് ആണെങ്കിൽ ചെറിയ ഏണിങ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ഐഡിയ പറയുമ്പോൾ അത് ഫോളോ ചെയ്യുക. ഇതിനൊക്കെ ആകുമ്പോൾ ചെറിയ എക്സ്പെൻസ് ഇട്ടിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ക്ലിക്ക് ആവുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ കൂട്ടി വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്താൽ മതി. ഇതിൽ നമുക്ക് എത്ര ഏർണിങ്സ് കിട്ടും, ഇതിൽ നമുക്ക് എത്ര എക്സ്പെൻസ് വരും, നഷ്ടമാണോ കൂടുതൽ ലാഭമാണോ കൂടുതൽ എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. എന്തായാലും നഷ്ടത്തിലാവില്ല. കാരണം നല്ല ഏർണിങ്സ് തന്നെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എക്സ്പെൻസ് കുറവാണ്. ഇപ്പം നമ്മൾ ഒരു ഹിജാബ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം, നമ്മൾ സെപ്പറേറ്റ് അതായത് റീറ്റെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ട്. നമുക്കിപ്പോൾ ബൾക്ക് ഓർഡറിലാകുമ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് തന്നെ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ചീപ്പിന് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടും.
പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാലമാണ്. സോ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ബിസിനസ് ഐഡിയകളും കൂടുതൽ പ്രോഫിറ്റും ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവ് മെറ്റീരിയൽസാണ് ഇതിന് വേണ്ടത്. ബാക്കിയുള്ള ബിസിനസ്സിനെ പോലെയല്ല. ബാക്കിയുള്ള എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ആൽബം അങ്ങനത്തെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിൻ്റർ വാങ്ങിക്കണം, അതിന് കട്ടിങ്ങിൻ്റെ വാങ്ങിക്കണം, അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ഇതിനാകുമ്പോൾ ആകെ ഒരു റബ്ബർ ബാൻഡ്, സെലോഫിൻ ഷീറ്റ്, പിന്നെ കുറച്ച് റിബൺസ്, എന്തെങ്കിലും റോസ് ഫ്ലവർ, അങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് കുഞ്ഞു സാധനങ്ങളെ വാങ്ങിക്കേണ്ടതുള്ളൂ. സോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഏണിങ് ചെയ്യാം. കുറേ ക്യാഷ് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാം. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം. അത് ഞാൻ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ്. അതിൽ നിന്നും നമുക്ക് വേറെ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്റ്റുള്ള വേറെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സ്ട്രാ ഇൻകം കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മുടെ ലഞ്ചും ഈവനിങ് സ്നാക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇങ്ങനത്തെ ആക്ടിവിറ്റി കൂടി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ കൂടെ സെയിൽ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അഥവാ അഡീഷണൽ കുറച്ചും കൂടി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എഫേർട്ട് ഇടുന്നതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മൾ മെനക്കെട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമുക്ക് കിട്ടണ്ടേ, അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അങ്ങനത്തെ എന്തെങ്കിലും കൂടി എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി, ആരി വർക്ക്, അതെല്ലാം ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾ അങ്ങനത്തെ പഠിക്കുക. അപ്പോൾ ഞാനും അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓൺലൈൻ ക്ലാസ്സാണ്. പിന്നെ എക്സ്ട്രാ ക്രിയേറ്റീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അതെല്ലാം. ഇത് കണ്ട, ഇതും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. കാരണം സാധാ ഫോട്ടോ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ലുക്കും ആയിരിക്കും. ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാനും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ്. ഇതിലുള്ള സ്റ്റിച്ചിങ്സ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ബേസിക് സ്റ്റിച്ചസ് ആണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഈ ബേസിക് സ്റ്റിച്ച് വെച്ച് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പെയിൻറ്റിങ്സ് എന്ന് വെച്ചാൽ ഞാൻ ടൈം പാസിന് ചെയ്യുന്നതാണ്, അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നില്ല. ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.